ആദ്യമായി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ആശാ ലാൽജിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത ഫിലിം ആർട്ടിസ്റ്റായ ശ്രീമതി ലക്ഷ്മിപ്രിയയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആര്യ പാർവതിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്ന കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹിയായ പ്രതിഭ ജയക്കറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റായ സജി പി ദാസിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹിളാ മോർച്ച ജില്ലാ ട്രഷററായ ജയലതയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറിയായ സുമാ ചന്ദ്രബാബുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ സെൽ കോർഡിനേറ്ററായ ജി വിനോദ് കുമാറിനെ ഞാൻ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. മണ്ഡല ജനറൽ സെക്രട്ടറിമാരായ പി കണ്ണൻ, ജി മോഹനൻ, മണ്ഡലം ഭാരവാഹികളായ കെ പി സുരേഷ് കുമാർ, മണ്ഡലം ട്രഷററും ഞങ്ങളുടെ മഹിളാ മോർച്ച മണ്ഡലം പ്രഭാരിയുമായ ശ്രീ കെ ജി പ്രകാശൻ, BJP മണ്ഡലം ഉപാധ്യക്ഷന്മാരായ ശ്രീമതി ബിന്ദു വിലാസൻ, രേണുക, ജ്യോതി രാജീവ്, റോഷ്നി പ്രമോദ് എന്നിവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJP സംസ്ഥാന സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ അവർ പറഞ്ഞത് എല്ലാം ശരിയാക്കുമെന്നാണ്. എന്നാൽ എല്ലാം ശരിയാക്കിയോ? എങ്ങനെ? മനുഷ്യനിർമ്മിത പ്രളയം നമുക്കെല്ലാം അറിയാമല്ലോ. 2018 കാലഘട്ടത്തിൽ മനുഷ്യനിർമ്മിത പ്രളയം, ആ പ്രളയത്തിൽ അനേകായിരം പേരുടെ വീടുകൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അനേകായിരം പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തു. എന്നിട്ട് പോലും കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സഹായവും അവർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, കേന്ദ്രത്തിലെ വികസനം നമ്മുടെ കേരളത്തിലും പ്രാബല്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായ സന്ദീപ് വാചസ്പതിയെ നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പരിവർത്തനത്തിനായി സ്ത്രീശക്തി എന്ന ഈ മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയ ശ്രീമതി ലക്ഷ്മിപ്രിയ, മറ്റൊരു വിശിഷ്ട അതിഥിയായ ഫിലിം ആക്ടർ ശ്രീമതി ആര്യ പാർവതി, മുഖ്യപ്രഭാഷണം നടത്താനായി എത്തിയിരിക്കുന്ന കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യ അവർ, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സജി പി ദാസ് അവർ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ സന്ദീപ് വാചസ്പതി, BJP ദേശീയ സമിതി അംഗം ശ്രീ വെള്ളിയാകുളം പരമേശ്വരൻ ചേട്ടൻ അവർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കണ്ണൻ ചേട്ടൻ, മോഹനൻ ചേട്ടൻ, ഇതിനെക്കാട്ടി എല്ലാം ഉപരിയായി ഞങ്ങളുടെ പ്രഭാരിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും മാർഗനിർദ്ദേശം നൽകി ഞങ്ങളുടെ വീഴ്ചകളെല്ലാം
അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രഭാരി പ്രകാശൻ ചേട്ടൻ, കൂടാതെ ജില്ലാ കോർഡിനേറ്ററായ വിനോദ് ചേട്ടൻ, അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ പ്രതിഭ ജയങ്കർ, മഹിളാ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയായ സുമ ചന്ദ്രബാബു, മഹിളാ മോർച്ചയുടെ ജില്ലാ ട്രഷററായ ജയലത അവർ, പിന്നെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ പരിവർത്തനത്തിനായി സ്ത്രീശക്തി എന്ന ഈ മഹിളാ സംഗമം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിക്കായിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനും അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ വാർഡുകളിൽ സമ്പർക്കം നടത്തി ഒരാളെ കൂടി നമ്മളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് പറയാനും കൂടിയാണ്. സ്ത്രീ ശക്തി എന്നാൽ നരേന്ദ്രമോദി സർക്കാർ നടത്തിവരുന്ന ഈ 6 വർഷക്കാലമായിട്ട് നടത്തിവരുന്ന ഓരോ പ്രവർത്തനങ്ങളിലും സ്ത്രീക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ഒരു സ്ത്രീയുടെ ശാക്തീകരണം എന്നാൽ എന്തെന്ന് നമ്മളെ പഠിപ്പിച്ചതും അതുപോലെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾക്ക് അനുഭവപ്പെട്ടതും നരേന്ദ്രമോദി സർക്കാർ വന്നതിനും ശേഷമാണ്. സ്ത്രീക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം എന്നതിലുപരി സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ഒരു കരുതലോടുകൂടി തന്നെയാണ് നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി പോലും അദ്ദേഹം ഇവിടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത്. അതിൽ നമ്മളെല്ലാവരും തൃപ്തരാണ്. ഒരു 70% സ്ത്രീകളോളം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് ഇപ്പോഴും മിക്കവർക്കും അറിയാതെ പോകുന്നു. അതിൻ്റെ കാരണം മാറി മാറി ഭരിക്കുന്ന നമ്മളുടെ സർക്കാരുകളുടെ തിക്താനുഭവങ്ങൾ കാരണമാണ്. അവരൊരിക്കലും അവരുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെയാണ് ഈ പദ്ധതി എന്ന് മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നില്ല. കാര്യം അത് വോട്ട് ബാങ്കായിട്ട് നമ്മളിലേക്ക് വരുമെന്നുള്ള ഭയം മൂലമാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, നിങ്ങളെല്ലാവരും പ്രയത്നിച്ച് എത്രയും നല്ലതായിട്ട് നമ്മൾ സമ്പർക്കം ചെയ്യുകയും അതിലൂടെ നമ്മൾ വോട്ടുകൾ നേടി നമ്മുടെ പ്രിയങ്കരനായ സന്ദീപ് വാചസ്പതിയെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഫിലിം ആക്ടർ ആര്യ പാർവതിയെ ഞാൻ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിക്കണം. ആര്യ പാർവതിയെ ലക്ഷ്മി പ്രിയയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. മുന്നോടിയില്ല സുഹിത്ത് എൻ്റെ പുറകെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പുറകിൽ തന്നെ ബോക്സിന് കൈ നോക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയെ ധന്യമാക്കുവാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സിനിമാ നടി ശ്രീമതി ലക്ഷ്മിപ്രിയയെ ഉദ്ഘാടന പ്രസംഗം നടത്തുവാൻ ക്ഷണിച്ചുകൊള്ളു. പോണ്ടി വരും.
വേണ്ട വേണ്ട വേണ്ട. നമസ്തേ. വേദിയിൽ സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശരിക്കും ജന്മം കൊണ്ട് ഞാനും ആലപ്പുഴക്കാരിയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരാളിനെ ഇന്ന് നേരിട്ട് കണ്ടു. നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഞാനും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വലിയ 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 ആരാധികയാണ്. അദ്ദേഹത്തെ ശ്രീ സന്ദീപ് വാചസ്പതി അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എന്നെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ നാടാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ പൾസ് എന്താണ് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ജന്മം കൊണ്ട് ഞാൻ കായംകുളത്തുകാരിയാണ്. പക്ഷേ എൻ്റെ ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരെ എല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൊട്ടപ്പുറത്ത് കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഭർത്താവ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ശ്രീ പട്ടണക്കാട് പുരുഷോത്തമൻ. തുറന്നു വന്ന പല വായുകളുടെ എക്സ്പ്രഷനിൽ നിന്നും അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സന്ദീപ് വാചസ്പതിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന കുലസ്ത്രീകളായ അമ്മമാർ, ചേച്ചിമാർ, അനിയത്തിമാർ, നിങ്ങൾ ഓരോരുത്തരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മഹിളാ മോർച്ചയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മഹിളാ മോർച്ച എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഓരോ രോമരാജികളും എഴുന്നേക്കും. അത്രമാത്രം എനിക്ക് അഭിമാനം തോന്നും. കാരണം പോരട്ടെ, വിളിച്ചോളൂ. ശരിക്കും കുലസ്ത്രീകൾ എന്ന് പറഞ്ഞ വാക്ക് ഈ കേരളത്തിലെ നവോത്ഥാന നായികമാർ ആദ്യമായിട്ട് ഒരു വിശേഷ പട്ടമായിട്ട് ചാർത്തി കിട്ടിയ ഒരു വനിത ഞാനാണ്. എന്നെയാണ് ആദ്യമായിട്ട് ഈ കേരളത്തിലെ നക്സലറ്റുകൾ, അർബൻ നക്സലറ്റുകൾ ആദ്യമായിട്ട് കുലസ്ത്രീ എന്ന് വിളിച്ചത്. കുലസ്ത്രീ എന്ന് പറയുന്ന ആ പേരിൽ, ആ വിളിപ്പേരിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ കുലസ്ത്രീകളാണ്. കാരണം പറയാൻ നമുക്കൊരു കുലമുണ്ട്. എൻ്റെ അച്ഛൻ ആരാണ്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാണ് എന്ന് തുടങ്ങി ഒരു 5 തലമുറയുടെ പേര് കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് കുലസ്ത്രീകളുടെ ഏറ്റവും വലിയ അഭിമാനം. ശരിക്കും കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കുലപുരുഷന്മാർ കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആക്കി അഴിച്ച് വീട് നോക്കി പിള്ളേരെ പഠിപ്പിച്ച് സന്ധ്യയ്ക്ക് നാമം ജപിച്ച് വിളക്ക് വെച്ച് വല്ലപ്പോഴും ഏകാദശിയും പ്രദോഷവും ഒക്കെ നോട്ട് അമ്പലത്തിൽ മാത്രം പോകുന്നവരല്ല. നമ്മളുടെ വിശ്വാസം, നമ്മുടെ അഭിമാനം, എവിടെയാണോ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നത് അപ്പോൾ നാം എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരണമന്ത്ര ഘോഷയാത്ര നടത്തി വീടിന് പുറത്തേക്ക് ഇറങ്ങുവാൻ കുലസ്ത്രീകൾക്കെല്ലാമായി. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഭാരതം എന്ന് പറഞ്ഞാൽ ഓരോ സ്ത്രീകളും ഇവിടെ ഝാൻസി റാണിമാരാണ്, റാണി ലക്ഷ്മി ഭായിമാരാണ്. അവരുടെ പിൻതലമുറക്കാരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഉള്ളിൽ തന്നെ വളരെ ശ്രേഷ്ഠവതിയായ മഹാലക്ഷ്മിയുമുണ്ട്, അതേപോലെ തന്നെ സരസ്വതിയുമുണ്ട്. അതിനെല്ലാം ഉപരി രൗദ്ര കാളിയായിട്ട് നാം ഓരോരുത്തരും മാറും. നമ്മുടെ വിശ്വാസത്തെ, നമ്മെ, നമ്മുടെ അഭിമാനത്തെ ഒക്കെ മുറുകേൽപ്പിച്ചാൽ എന്ന് നാം ഓരോരുത്തർക്കും നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ കുറെ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വേറൊന്നുമല്ല. ശരിക്കും വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് നാം, വിശ്വാസം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വോട്ട് പിടിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരുന്നത് എന്ന് അല്ല. ഈ നാട്ടിലെ ഒരു പാർട്ടിയുടെയും പിന്തുണമില്ലെങ്കിലും ജാതി മത ഭേദമന്യേ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സനാതന ധർമ്മത്തെ എന്ന് മാത്രമല്ല, ഇവിടെ എല്ലാ മത ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. എല്ലാ ആചാരങ്ങളെയും നിർത്തണമെന്നുണ്ടെങ്കിൽ, ഇവിടെ അതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഭക്തർ മാത്രം മതി, വിശ്വാസികൾ മാത്രം മതി എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഒരു പാർട്ടിയുടെയും പിൻബലം വേണ്ട. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടല്ല നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. നാം വോട്ട് ചോദിക്കുന്നത് 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ പേരിലാണ്.
സ്ത്രീകൾക്ക് തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ മുദ്ര ലോൺ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നതിലൂടെയാണ് 60 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ലോൺ കിട്ടാത്ത സ്ഥാനത്ത് അമ്മമാർക്ക് വേണ്ടിയിട്ട് മാതൃബന്ധൻ യോജന കൊണ്ടുവന്നതിലൂടെയാണ്, ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി കൊണ്ടുവന്നതിലൂടെയാണ്, ഉജ്ജ്വല യോജന കൊണ്ടുവന്നതിലൂടെയാണ് ഇന്ത്യയിലെ 18,000 ഗ്രാമങ്ങൾ, ഈ 18,000 ഗ്രാമങ്ങളിൽ എത്ര ലക്ഷം വീടുകൾ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ 18,000 ഗ്രാമങ്ങളിലെ ലക്ഷക്കണക്കിന് വീട്ടിൽ അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവർക്കാർക്കും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വികസിതമായിട്ടുള്ള സംസ്ഥാനമാണ്. ഇവിടെ കറണ്ട് പോയാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 60 വർഷം ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു. കുടുംബം മാത്രം വലുതാക്കുകയും നാട് കട്ടുമുടിക്കുകയും ചെയ്ത ഒരു സർക്കാർ. ആ സർക്കാർ ഭരിച്ച സ്ഥാനത്താണ് 18,000 ഗ്രാമങ്ങളിൽ മോദി സർക്കാർ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നത്, വൈദ്യുതീകരിച്ചു കൊടുത്തത്. ഉജ്ജ്വല യോജന എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിട്ട് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ മനുഷ്യർക്കും വേണ്ടിയും 12 രൂപയ്ക്ക് മാത്രം ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അതെല്ലാം പോരാഞ്ഞിട്ട് അതിന്റെയൊക്കെ മേലെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ കായംകുളത്ത് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോൾ, കാർ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കായംകുളം മുതൽ ഹരിപ്പാട് വരെയുള്ള നമ്മുടെ റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഒരു 2 വർഷത്തിന് മുമ്പ് വരെയുള്ള റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്? അവിടെയാണ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രസംഗിച്ചത്. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഓർക്കണം, ഇത് പിണറായി വിജയന്റെ നെഞ്ചത്തുകൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് ഓർക്കണമെന്ന്. അല്ല, അഭിമാനത്തോട് പറയട്ടെ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന പദ്ധതിയുടെ പുറത്തുകൂടിയാണ് നാം സഞ്ചരിക്കുന്നത്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കിലോമീറ്റേഴ്സ് ഹൈവേ വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട്, വികസിപ്പിച്ചിട്ടുണ്ട്. ഒരു സർജറി കഴിഞ്ഞ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ അമ്മൂമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാം ചെറുപ്പത്തിൽ ഈ റോഡ് ഇങ്ങനെയാണോ? ഈ റോഡ് ഒരിക്കലും നന്നാവില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ റോഡാണ് അഭിമാനത്തോട് കൂടിയിട്ട് തല ഉയർത്തി 2 വർഷമായിട്ട് നിൽക്കുന്നത്. നാം അതിലൂടെ അന്തസ്സായിട്ട് യാത്ര ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് യാതൊരു യാത്രാക്ലേശവുമില്ല. തിരുവനന്തപുരത്ത് ബൈപ്പാസ് ആണെങ്കിലും, ആലപ്പുഴ ബൈപ്പാസ് ആണെങ്കിലും എല്ലാം വികസിപ്പിച്ചു കഴിഞ്ഞു. കൊല്ലം ബൈപ്പാസ് ആണെങ്കിലും ഒക്കെ ഇവിടെ എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നിട്ട് ആ പദ്ധതികളുടെ എല്ലാം പേര് അടിച്ചു മാറ്റി മറ്റൊരു പേരിൽ ഇട്ട് പറഞ്ഞിട്ട് അവരുടെയൊക്കെ നെഞ്ചത്തുകൂടി ഞാൻ നടക്കണം. ഞാനാണ് ഒരു മനുഷ്യന്റെ നെഞ്ചത്തൂടെ യാത്ര ചെയ്യില്ല കേട്ടോ, ഞാൻ സഞ്ചരിക്കില്ല, ഞാൻ ചവിട്ടില്ല ഒരു മനുഷ്യനെ. അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവരുടെ ഗതികേട് എത്ര വലുതാണ് എന്ന് ആലോചിച്ച് നോക്കും. പിന്നെ കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് പറയുന്ന ഒരു പദത്തിലൂടെ നമ്മെ വില കുറച്ചവർ പറയുന്നുണ്ട്. ആ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? എനിക്കും ഒരു കാർഡ് ഉണ്ട്, ഞാനും കിറ്റിന്റെ ആനുകൂല്യം പറ്റുന്നുണ്ട്. വെള്ള കാർഡാണ്. ഒരു പക്ഷെ 10 കിലോ അരി നരേന്ദ്രമോദി സർക്കാർ തരുമ്പോൾ എനിക്ക് അതിനൊരു 4 കിലോയുടെ 5 കിലോയുടെ ആനുകൂല്യം എനിക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഇതിലുള്ള ബഹുഭൂരിപക്ഷം സാധനങ്ങളും കഴിഞ്ഞ 9-10 മാസമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നൽകുന്നതാണ് എന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. പിണറായി വിജയന്റെ സർക്കാർ നൽകുന്നത് സഞ്ചി മാത്രമാണ്. ആ സഞ്ചി 18 രൂപയ്ക്ക് വിലയിട്ടിട്ട് അതിന്റെ 8 രൂപയും 10 രൂപയും 6 രൂപയും ഒക്കെ അടിച്ചു മാറ്റി ആ സഞ്ചി വിൽപ്പനയിലൂടെ എത്ര കോടി രൂപ 84 ലക്ഷം കാർഡുടമകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം കോടി രൂപ ഇവരുടെ പോക്കറ്റിലേക്ക് വരുന്നുണ്ടാവും എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഇവർ പറയുന്നുണ്ട് വിശ്വാസം പുഴുങ്ങി തിന്നാൽ ചോറാവില്ല എന്ന് പറയുന്നുണ്ട്. കിറ്റ് തന്നിട്ടാണ് പറയുന്നത്. വിശ്വാസം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ ചോറാവില്ല എങ്കിൽ എന്തിനാണ് ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് നമ്മെ ഭരിക്കാൻ, വിശ്വാസികളെ ഭരിക്കാനായിട്ട് ഒരു ബോർഡ് എന്തിനാണ്? ഗുരുവായൂർ പാർത്ഥസാരഥി അമ്പലം ഇരുളിന്റെ മറ പറ്റി തന്നെയാണ് അവർക്ക് ശീലം. എങ്കിലും ഇരുളിന്റെ മറ പറ്റി രാത്രി 2 മണിക്ക് പോയിട്ട് പിടിച്ചെടുത്തത് എന്തിനാണ്? നടവരമുള്ള ക്ഷേത്രങ്ങളെല്ലാം സർക്കാരിന്റെ അധീനതയിൽ കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? ഇവിടെ വിശ്വാസികളായിട്ടുള്ള നാം ഓരോരുത്തരുടെയും പണം ഉപയോഗിച്ച് ജീവിക്കുന്ന എത്ര ലക്ഷം ആൾക്കാരുണ്ട്. ക്ഷേത്രം ജീവനക്കാർ തൊട്ട്
കലാകാരന്മാർ വരെ, മേളം കലാകാരന്മാരായിക്കോട്ടെ, നാടക കലാകാരന്മാരായിട്ടെ, കഥകളി ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അങ്ങനെ എന്തോരം കലാകാരന്മാരുടെ ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ട് പറയുന്ന വാക്കാണ് വിശ്വാസം ഇട്ട് വെച്ചാൽ ചോറാവില്ല എന്ന്. വിശ്വാസികളെ കൊള്ളയടിച്ച് ചോറാക്കുന്ന ആരൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? അപ്പോ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കേവലം വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം മുൻനിർത്തിയല്ല നരേന്ദ്രമോദി സർക്കാർ വോട്ട് ചോദിക്കുന്നത്. ശ്രീ സന്ദീപ് വാചസ്പതി പോലെയുള്ള ഒരാളിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ ഇത്ര ദൂരം ഞാൻ വന്നത് തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. ആ വിശ്വാസം അദ്ദേഹം പൂർത്തിയാക്കും, പാലിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, സമീപിക്കാൻ പറ്റുന്ന ഒരാൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ പറ്റുന്ന ഒരാൾ, വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരാൾ. പിന്നെ ഞാൻ ഒരു എക്സ്ട്രാ ബോണസ് ആയിട്ട് കാണുന്ന ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ചയുടെ എല്ലാ പ്രവർത്തകർ, BDJS ആയിക്കോട്ടെ, NDA എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് രാഷ്ട്രസ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റു ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇന്ത്യ എന്തെങ്കിലും ചെയ്ത കാര്യം പറയുമ്പോൾ, പുൽവാമയിൽ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ നമ്മളോട് ചോദിച്ചിട്ടില്ല അതിന് തെളിവെവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒന്ന് മാത്രമേ ഉള്ളൂ, രാഷ്ട്രസ്നേഹം, കുടുംബസ്നേഹമല്ല. അപ്പോ അത്രയും രാഷ്ട്രസ്നേഹമുള്ള, പിന്നെ ചങ്കുറപ്പ്, ഞാനടക്കമുള്ള ആൾക്കാർ ഇത്രയും ബോൾഡായിട്ട് ഇവിടെ വന്ന് സംസാരിക്കുന്നുവെങ്കിൽ ജീവൻ പോയാൽ പോട്ടെ, തല്ല് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. നമുക്ക് അതിനേക്കാൾ വലുതാണ് നമ്മുടെ അഭിമാനം, നമ്മുടെ രാജ്യസ്നേഹം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മുടെ അമ്മമാർ, ചേച്ചിമാരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. ഒരു വോട്ട് എന്ന് പറയുന്നത് 10 വോട്ടാക്കാനും 10-50 വോട്ടാക്കാനും 50-500 വോട്ടാക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കുടുംബശ്രീയുടെ എന്താ പറയുക, തൊഴിലുറപ്പ് പദ്ധതികളായിക്കോട്ടെ, അതിന് കാശ് കൂട്ടിത്തന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. നമുക്ക് ഇന്ന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. നമുക്ക് കിറ്റ് തരുന്നത് ഇവരാരുമല്ല, നിങ്ങൾ വിശ്വസിക്കരുത്. പിണറായി വിജയൻ അല്ല നമുക്ക് തരുന്നത്, ഇവരുടെ സർക്കാരല്ല തരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അവർ പകരം ചെയ്തിട്ടുള്ള എന്താണ്? സ്വർണ്ണക്കടത്ത്, കിഫ്ബി, ഇങ്ങനെയുള്ള ഒരുപാട് അഴിമതികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അഴിമതികളെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ സമയമൊന്നും പോരാ, ഇനി ഒരുപാട് ആൾക്കാർ ഇവിടെ കാത്തിരിപ്പുണ്ട് പ്രസംഗിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുക. കാരണം അമ്മമാർ ഇറങ്ങിക്കഴിയുമ്പോൾ കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം വളരെ 6-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ച് മണിക്കൂറുകളെ നമുക്കുള്ളൂ. വളരെ നന്നായിട്ട്, വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടേതായിരിക്കണം. സ്ത്രീ കരയുന്ന ഒരു നാട് എന്ന് പറയുന്നത് കുലം മുടിയും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പാഠം. കാരണം കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരുന്നു. പക്ഷേ യുദ്ധങ്ങളെല്ലാം സ്ത്രീകളെ കണ്ണുനീരിലാക്കുന്നതാണ്. അമ്മമാർക്ക്, മക്കൾക്ക്, ഭർത്താക്കന്മാർ നഷ്ടപ്പെടുന്ന വിധവകൾ എന്ന് തുടങ്ങി സ്ത്രീകൾക്ക് കണ്ണുനീര് മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുന്നത്. മഹാപ്രസ്ഥാനത്തിന് പാണ്ഡവര് വിജയിച്ചു, അതേസമയം അവിടെ അവർക്ക് ഭരിക്കാൻ സാധിച്ചിട്ടില്ല. പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഇന്നും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും മുളച്ചിട്ടില്ല. ഇവിടെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ കണ്ണുനീർ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രളയം എന്ന് പറയുന്നത് കെവിൻ എന്ന യുവാവിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ആ കെവിനെ നഷ്ടപ്പെട്ട നീനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കരച്ചിലായിരുന്നു. സ്വന്തം മകനെ നഷ്ടപ്പെട്ട മഹിജ എന്ന അമ്മയെ റോഡിലൂടെ വലിച്ചഴച്ചിട്ടുണ്ട്. ആ അമ്മയുടെ കണ്ണുനീരായിരുന്നു. വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ കരച്ചിലായിരുന്നു. അവർക്ക് ആർക്കും നീതി നേടിക്കൊടുക്കാൻ ഈ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇനി ഒരു പക്ഷേ അതൊക്കെ മൂലമായിരിക്കാം പ്രളയം ഉണ്ടായത്. മധുവിന്, നമ്മുടെ മധു എന്ന് പറയുന്ന വനവാസിയായ ഒരു യുവാവിന് ഭക്ഷണത്തിന് വേണ്ടി കേണപ്പോൾ അദ്ദേഹം മോഷ്ടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് തല്ലിക്കൊന്നൊരു ചരിത്രം കേരളത്തിന് പറയാനുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞുകൂടെ, ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ കരച്ചിലിൽ നിന്നാണ് ഇവിടെ ആദ്യത്തെ പ്രളയം ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അതേപോലൊരു മഹാമാരി ഉണ്ടായി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത ഇടമായിട്ട് മാറാതിരിക്കാൻ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ശ്രീ സന്ദീപ് വാചസ്പതിക്ക് താമര അടയാളത്തിൽ വോട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി സുപ്രസിദ്ധ സിനിമാ നടി ആര്യ പാർവതി, അദ്ദേഹം 2 വാക്ക് നമ്മളോട് പറയുന്നതാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അമ്മമാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യം തന്നെ ലക്ഷ്മി ചേച്ചി എനിക്ക് കുളിര് വരും. അപ്പോൾ എനിക്കിങ്ങനെ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല, കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ കലോത്സവ വേദികളിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന ഒരാളാണ്. ഇപ്പോൾ ജില്ലാ കലോത്സവം ആയിക്കോട്ടെ, സ്റ്റേറ്റ് സംസ്ഥാന കലോത്സവങ്ങളൊക്കെ ആയിക്കോട്ടെ, എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് കലോത്സവ വേദികളിൽ. അപ്പോൾ അവിടെ ആ സമയത്ത് ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ BJPയുടെ വിദ്യാഭ്യാസ സംഘടനയായ ABVPയിലെ ചേട്ടന്മാരാണ് രാവും പകലും നമ്മുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് ഓരോന്നും ചെയ്തു തന്നത് ABVPയിലെ ചേട്ടന്മാരാണ്. ഞാൻ ഈ സമയത്ത് ശരിക്കും അവരെ ഭയങ്കര സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഇപ്പോഴും ഓർക്കുക, കണ്ണൂർ പരുവൂരൊക്കെ പാതിരാത്രി 2-3 മണിക്കൊക്കെ നമ്മളോട് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ ആ ചേട്ടന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിക്കാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇവരുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് താമര അടയാളത്തിൽ സന്ദീപേട്ടൻ തന്നെ കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാ അമ്മമാർ തന്നെയാണല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒരു കവിത പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ, പൊന്മകനേ നീ നന്നായി വരണമെന്നെന്നിൽ കനിഞ്ഞതും അമ്മ, പൊന്മകനേ നീ നന്നായി വരണമെന്നെന്നിൽ കനിഞ്ഞതും അമ്മ, ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ, ഇത്ര തന്നാലും തീരാത്ത സ്നേഹമോ മുറികളിൽ താലോലമായി, അമ്മ തന്നെറുകിലെ സീമന്തരേഖയിൽ വറ്റാത്ത വാത്സല്യ ഗംഗാ, അമ്മ തന്നെറുകിലെ സീമന്തരേഖയിൽ വറ്റാത്ത വാത്സല്യ ഗംഗാ, അമ്മ തൻ പൊൻചട്ടുകം കൊണ്ട് തൊട്ടാലെന്തിനും സ്വാദ്, അമ്മ രാവിൻ നിലാവ്, പുലരിയിൽ നീ തിരിവിളക്ക്, എവിടെ നീ നിഴലിലൂടെ എന്നും തേടുന്ന വാക്ക്, എവിടെ നീ നിഴലിലൂടെ എന്നും തേടുന്ന വാക്ക്, വഴി തെറ്റിയെങ്ങും പോകല്ലേ നിന്നെ എന്നും തടുക്കുന്ന നോട്ടം, എവിടെയാണെങ്കിലും അരികിൽ ഞാനെന്നുണ്ട് കരുകാർന്ന കാരുണ്യ പാവം, അമ്മയ്ക്ക് തുല്യമാം അമ്മ മാത്രം, എൻ്റെ അമ്മയ്ക്ക് തുല്യമാം അമ്മ മാത്രം, ഈ വാക്കു തന്നതിന്നമ്മ, ഈ പാട്ടു തന്നതിന്നമ്മ. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജയസൂര്യ അവர்களാണ്. അദ്ദേഹം കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സംസാരിക്കാനായി ക്ഷണിക്കുന്നു.
ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്ത് ശ്രീ സന്ദീപ് വാചസ്പതി, പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടക ലക്ഷ്മി, വേദിയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ഈ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയ മാതൃവ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. വളരെ കാര്യമായിട്ട് സന്ദീപ് എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും വരണം, മറ്റെന്ത് പരിപാടി ഉണ്ടെങ്കിലും വരണം. എനിക്കത് മനസ്സിലായില്ല. കാരണം എൻ്റെ പ്രസംഗമൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഈ പ്രദേശത്തുള്ളവരെല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് ഒരു പഴയ കാര്യം ഓർത്തത്. ഇപ്പോൾ ഇവിടെ ലക്ഷ്മിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർക്കായത്, കേരളത്തിലെ ഈ കാർഷിക മേളകൾ ആരംഭിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ അവിടെ ജേഴ്സി പശു ഇന്ത്യയിലേക്ക് ആദ്യം വരുമ്പോൾ അതിൻ്റെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. ആ പ്രദർശനം കാണാൻ വേണ്ടി മുണ്ടക്കയത്തുള്ള ഒരു ചാക്കോ മാപ്പിളയും 14 മക്കളും കൂടെ വന്നു. 14 മക്കളെ കാർഷിക മേഖലയിൽ അതുകൊണ്ട് ചില ഉദ്ദേശമുണ്ട്, വനം വെട്ടിപ്പിടിക്കാനും ടവർ വെക്കാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് അന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ചാക്കോ മാപ്പിളയും 14 മക്കളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഈ ജേഴ്സി പശുവിന്റെ ഒരു കിടാരിയുണ്ട്, ഒരു മൂരി എന്ന് പറയുന്ന ആൾ, അതിനെ കാണണമെങ്കിൽ 2 രൂപ ടിക്കറ്റ് എടുക്കണം. ഇങ്ങനെ നോക്കിയപ്പോൾ 14, 2, 28 രൂപയും പിന്നെ എൻ്റെ 2 30 രൂപയാണ്. 30 രൂപ മുടക്കിയാൽ പിന്നെ മുണ്ടക്കയത്തോട്ട് തിരിച്ചു പോകാൻ പൈസ ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാനേ ഇപ്പൊ കാണുന്നില്ല, നിങ്ങൾ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മക്കൾക്കൊരു വിഷമം, കാർന്നവരല്ലേ കൊണ്ടുവന്നത്, എന്നിട്ട് മക്കൾ മാത്രം കണ്ടാൽ എങ്ങനെയാണ്? ഇവരുടെ ഈ തർക്കം കണ്ടുകൊണ്ട് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാനിരുന്ന ഒരു മാനേജറുണ്ട്. അയാളെ വിളിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഇത് പറഞ്ഞു, തിരിച്ചു പോകാൻ വണ്ടിക്കൂലില്ല, ഞങ്ങൾക്കെല്ലാം ഈ കാളെ കാണണമെന്നുണ്ട്, ഈ മൂരിയെ കാണണമെന്നുണ്ട്, പക്ഷെ കാശില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 1 പൈസയും തരണ്ട, നിങ്ങൾ കണ്ടു, 14 മക്കളും അച്ഛനും കൂടെ ഒന്നിച്ചേ പോകാവുള്ളൂ. മാനേജർ എടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല ഒരു കാര്യം മനസ്സിലായില്ല, എല്ലാവരും കൂടെ പോണം എന്ന് പറഞ്ഞത് എന്താ മനസ്സിലായില്ല എന്ന്. അപ്പൊ മാനേജർ പറഞ്ഞു, നിങ്ങൾ കാളെ മൂരിയെ കണ്ടോട്ടെ എന്ന് കരുതി കയറ്റി വിട്ടതല്ല, മൂരി നിങ്ങളെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയാണ്. ഈ 14 മക്കളുള്ള അതൊന്ന് കണ്ടോട്ടെ എന്ന് കരുതി കയറ്റി വിട്ടതാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി വാചസ്പതി എന്തിനാ എന്നെ ഇവിടെ വിളിച്ചെന്ന്. ലക്ഷ്മിയുടെ പ്രസംഗം ഒന്ന് കേട്ടോട്ടെ എന്ന് കരുതിയില്ല. ഇയാള് വലിയ പ്രസംഗ കേമന നേതാവെന്നൊക്കെ പറഞ്ഞ് കേരളം മുഴുവൻ നടക്കുന്നുണ്ടല്ലോ. ലക്ഷ്മിയുടെ പ്രസംഗം ഒന്ന് കേൾക്കുക. സത്യം പറയാൻ കേട്ടോ, നമിച്ചിരിക്കുക ലക്ഷ്മി. ഇതിനു മുമ്പ് ഞങ്ങള് അല്പസമയം ഒന്നിച്ചിരുന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ BJP ഒന്നും അല്ല കേട്ടോ, ഞാൻ BJP ഒന്നുമില്ല, എനിക്ക് മെമ്പർഷിപ്പും ഇല്ല. ഞാൻ ചോദിച്ചാൽ എന്താ, ഞാൻ RSS ആ. അത് ആ ആത്മധൈര്യം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഓർക്കയത്, എനിക്ക് 2 പെൺമക്കളാ, ഒരു ഭാര്യ, എല്ലാരെയും കൊണ്ടുവരേണ്ടതായിരുന്നു ഒന്ന് കേൾക്കാൻ. വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്, വീട്ടിൽ കൊണ്ട് കേൾപ്പിക്കും. അപ്പോ ആ തരത്തിൽ എനിക്കിന്ന് വളരെ ആത്മവിശ്വാസം തോന്നുന്നത് ലോക ചരിത്രം ആവർത്തിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. ലോക ചരിത്രം ആവർത്തിക്കുക. നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്, യവന സാമ്രാജ്യം. ആ യവന സാമ്രാജ്യം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ഒരു സംഭവമുണ്ട്. സ്പാർട്ടയും ഗ്രീസും എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ നിരന്തരമായ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ പോലെയുള്ള വലിയ രാജ്യമല്ല, ചെറിയ രാജ്യം. അപ്പോൾ ഒരു യുദ്ധം കഴിയുമ്പോൾ ധാരാളം പുരുഷന്മാര് മരിച്ചു വീഴും. അതിൽ ധാരാളം ഭർത്താക്കന്മാരുണ്ടാകും, മക്കളുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ രാജ്യം ജയിച്ചാലും പുരുഷന്മാരില്ലാത്ത ഒരു പ്രദേശമായിട്ട് മാറുകയാണ്. അടുത്ത യുദ്ധം വരും. അടുത്ത യുദ്ധം വരുമ്പോൾ ഇത്തവണ ജയിച്ച രാജ്യം തോക്കും. കാരണം ജയിച്ച രാജ്യത്ത് യോദ്ധാക്കന്മാർ കുറവാണ്, ആണുങ്ങൾ കുറവാണ്. അടുത്ത യുദ്ധത്തിൽ തോക്കും. അങ്ങനെ സ്പാർട്ടയും ഗ്രീസും അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിലെ UDF-ഉം LDF-ഉം എന്ന രീതിയിൽ യുദ്ധം ചെയ്യും, ജയിക്കും, തോൽക്കും, ജയിക്കും, തോൽക്കും. കുറച്ചു കഴിഞ്ഞപ്പോ ഗ്രീസിലെ അമ്മമാര് ഈ അപകടം മനസ്സിലാക്കി. അവർ ഒന്നിച്ചു കൂടിയപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്തു പോയാൽ, നമ്മുടെ പുരുഷന്മാർ മുഴുവൻ ഇങ്ങനെ യുദ്ധഭൂമിയിൽ മരിച്ചു വീണാൽ ഗ്രീസ് എന്ന് പറയുന്ന യവന സാമ്രാജ്യം അസ്തമിച്ചു പോകും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നീങ്ങണം, നമ്മൾ ഒരു കാര്യം തീരുമാനിക്കണം. അവര് തീരുമാനമെടുത്തത് ഇതാണ്, ഇനി നമുക്കുണ്ടാവുന്ന കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ യോദ്ധാക്കളാക്കി വളർത്തണം. കാരണം യോദ്ധാക്കളാകാൻ ആണുങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് ആരെങ്കിലും വിധിച്ചിട്ടുണ്ടോ? ആരും വിധിച്ചിട്ടില്ല. അതുകൊണ്ട് ഗ്രീസിലെ അമ്മമാർ അന്ന് തീരുമാനിച്ചു, ഇനി ജനിക്കുന്ന കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആയോധന കലയിലൂടെ അവരെ പഠിപ്പിച്ച് യോദ്ധാക്കളാക്കണം. അങ്ങനെ യോദ്ധാക്കളാക്കിയാലോ പിന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു രാജ്യത്തിനും സാധ്യമല്ല എന്ന്. ആ തീരുമാനമാണ് സൂര്യൻ അസ്തമിക്കാത്ത യവന സാമ്രാജ്യം ഉണ്ടാകാൻ കാരണം. ഇന്ന് ചരിത്രം ആവർത്തിച്ചത് ഗ്രീസിൽ നിന്ന്
പിന്നീട് അതിനും മുമ്പ് കണ്ട ഉദാഹരണത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാഭാരതത്തിൽ നിന്ന്. ആ മഹാഭാരതത്തില് ദ്രൗപദി എന്ന് പറയുന്ന ഒരു കുലസ്ത്രീയുണ്ട്. കുലസ്ത്രീകളുടെ കുലസ്ത്രീയായ ദ്രൗപദി. നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു സന്ദർഭമുണ്ട്. യുദ്ധത്തിന് മുമ്പുള്ള എല്ലാ ചർച്ചകളും, എല്ലാ ദൗത്യങ്ങളും, എല്ലാ ദൂതുകളും, എല്ലാ സമാധാന നീക്കങ്ങളും ഏതാണ്ട് വിജയിക്കുകയാണോ എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ ദ്രൗപദി തന്റെ ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഞാൻ അഴിച്ചിട്ട മുടി, ഇതിന്റെ പിന്നിൽ ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ നിങ്ങൾ മറന്നു പോകരുത്. ഭാരതീയ സ്ത്രീത്വത്തിനേറ്റ ഏറ്റവും വലിയ മുറിവ്, ഇന്ത്യയിലെ ഭാരതത്തിലെ കുലസ്ത്രീകൾക്ക് സഹിക്കാൻ വയ്യാത്ത ആ അപമാനത്തിന്റെ ചിഹ്നമായിട്ട് ഞാൻ അഴിച്ചിട്ട ഈ മുടി കെട്ടണമെങ്കിൽ ഞാൻ എടുത്ത ശപഥം, ആ ശപഥം നടക്കണമെങ്കിലോ നിങ്ങൾ യുദ്ധം ജയിച്ചേ പറ്റൂ. ആ തീരുമാനത്തിൽ നിന്നാണ് മഹാഭാരത യുദ്ധം ഉണ്ടാവുന്നതും അവിടെ പാണ്ഡവർ വിജയിക്കുന്നതും. ഇത് ചരിത്രം ആവർത്തിക്കുന്ന അത്തരം ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ, വിശ്വാസ പ്രമാണങ്ങളെ, ധർമ്മങ്ങളെ, നീതിശാസ്ത്രങ്ങളെ മുഴുവൻ തകർത്തെഴുന്ന ശബരിമല പോലെയുള്ള മഹാതിക്തമായ അനുഭവം എത്രയോ അമ്മമാരുടെ തല ലാത്തി കൊണ്ട് അടിച്ചു പൊട്ടിച്ച ആ സമരരംഗം നമ്മൾ കണ്ടു. എത്രയോ പുരുഷന്മാരും സ്ത്രീകളും ജയിലറുകളിലേക്ക് പോയ ആ സന്ദർഭം നമ്മൾ കണ്ടു. 10,000-കണക്കിന് കേസുകളിലൂടെ ഇന്നുവരെ വീടിന് പുറത്തിറങ്ങി സാമൂഹികമായ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടാത്ത അമ്മമാരും പെൺമക്കളും ആൺമക്കളും അടക്കമുള്ളവർ കാരാഗൃഹത്തിലേക്ക് പോയത് നമ്മൾ കണ്ടു. ഇന്നും 10,000-കണക്കിന് കേസുകളിലൂടെ കോടതി കയറി ഇറങ്ങുന്നത് നമ്മൾ അനുഭവിച്ചു. അതിനുവേണ്ടി കോടാനുകോടി രൂപ ഫൈൻ കെട്ടിവെച്ചതും നമ്മൾ അനുഭവിച്ചു. അവിടെയാണ് ലക്ഷ്മിയെ പോലുള്ളവരുടെ ആ ഓർമ്മപ്പെടുത്തൽ നമ്മളിൽ എല്ലാവരിലേക്കും ഒരു കാട്ടുതീ പോലെ പടർന്നിട്ട് ചോദിക്കണം ഈ സമൂഹത്തോട്, ഈ കുലസ്ത്രീകളെ, ഈ ധർമ്മശാസ്ത്രങ്ങളെ, ഈ ആചാരാനുഷ്ഠാനങ്ങളെ, ഈ വിശ്വാസ പ്രമാണങ്ങളെ, ഈ ഭാരതീയ ധർമ്മത്തെ ചവിട്ടി മെതിച്ചവർക്ക് ഇനിയും കൊടുക്കണമോ വീണ്ടും ഒരവസരം? അവരാണോ ഭരിക്കേണ്ടത്? അവരാണോ തുടരേണ്ടത് എന്ന്? എന്നാൽ പകരം വെക്കാൻ ആരാ ഉള്ളത്? ഈ പകരം വെക്കാനുള്ള ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചാൽ ഇടതുകാലിലെ പന്ത് വലതുകാലിലേക്കും വലതുകാലിൽ നിന്ന് വീണ്ടും ഇടതുകാലിലേക്കും എന്നുമുള്ള ആ ശാപത്തിന്റെ തനിയാവർത്തനമല്ലാതെ മറ്റെന്താണ്? അവിടെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന അവിശ്വസനീയമായ കുതിച്ചുചാട്ടങ്ങളിലൂടെ ഭാരതത്തിന്റെ ഭാഗധേയം നിർണയിച്ച അതേ മുന്നണി ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. നമുക്ക് ഓർക്കാം, നമ്മളുടെ മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനായിരുന്നു. ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഗുജറാത്തിനെ കുറിച്ച്, UP-യെ കുറിച്ച്, മധ്യപ്രദേശിനെ കുറിച്ച്, മറ്റു പല സംസ്ഥാനങ്ങളെ കുറിച്ചും അഭിമാനപൂർവ്വം പറയുമ്പോൾ അവർക്കുമുണ്ടായിരുന്നു ഒരു ഭൂതകാലം. 1%, 2%, 4%, 7%, 10%, 12% മാത്രം ശതമാനക്കണക്കിൽ വോട്ടുണ്ടായിരുന്ന കാലഘട്ടങ്ങൾ, 2, 4, 10, 20 MLA-മാർ മാത്രമുണ്ടായിരുന്ന കാലഘട്ടങ്ങൾ. അതിന് ശേഷമാണ് ഇന്ന് മഹാഭൂരിപക്ഷത്തിലേക്ക് വന്ന് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് അഭിമാനിച്ചിരുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ 1.5 കോടിയിലധികം മെമ്പർഷിപ്പോടുകൂടി ലോക രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി വളർന്ന ഭാരതീയ ജനതാ പാർട്ടി 2 MP-മാരിൽ നിന്ന് മഹാഭൂരിപക്ഷത്തിൽ നിന്ന് 4-3 വളർന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ എന്നല്ല ലോക രാജ്യങ്ങളിൽ എവിടെ നോക്കിയാലും ഒരു വീറ്റോ പവറും അധികാരവുമില്ലാതെ ലോകത്തിന് ഒറ്റയടിക്ക് വീറ്റോ ചെയ്യാൻ കഴിയുന്ന നരേന്ദ്ര ദാമോദർദാസ് മോഡി എന്ന് പറയുന്ന ലോക നായകനെ സൃഷ്ടിച്ച ഭാരതീയ ജനതാ പാർട്ടി. ആ ഭാരതീയ ജനതാ പാർട്ടിയാണ് പിന്നീട് ത്രിപുരയിൽ 1% നിന്ന് ഭരണം പിടിച്ചെടുത്തത്, പശ്ചിമ ബംഗാളിൽ 1ാം സ്ഥാനത്തേക്ക് വന്നത്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അശ്വമേധങ്ങളുടെ ആ പരമ്പരകളിലൂടെ ഇന്ന് വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് മുന്നേറുന്നത് എങ്കിൽ അടുത്തത് കേരളമാണ്. ഇത് കേരളമാണ് എന്ന് പറയുന്നവരോട് അതെ, ഇത് കേരളം മാത്രമല്ല, ഇത് ഭാരതവും കൂടിയാണ് എന്ന് പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം ഇന്നാട്ടിലെ അമ്മമാരുടെ മനസ്സുകളിൽ നിന്നാണ് ഉദയം ചെയ്യുന്നതെങ്കിൽ സംശയമില്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ സംസ്ഥാനം ഭരിക്കും. ഭാരതത്തോട് അഭിമാനപൂർണമായി നമ്മൾ ഇത് കൂട്ടിച്ചേർക്കും. അതിനുള്ള ആജ്ഞയും ആഹ്വാനവുമാണ് ലക്ഷ്മിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നമ്മൾ കേട്ടത്.
ആ ഉദ്ഘാടന പ്രസംഗം കേവലം ഒരു പ്രസംഗമല്ലാതെ പ്രവൃത്തിയായി മാറട്ടെ. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഓരോ മണിക്കൂറുകളിലും ഓരോ വീടുകളിലേക്കും വ്യക്തികളിലേക്കും പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും കടന്നു ചെന്ന് അവരെ നമുക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന തരം നമ്മെ നയിക്കുന്ന സന്ദീപ് വാചസ്പതിയെ താമര ചിഹ്നത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഇനിയുള്ള മണിക്കൂറുകൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള സംഭാവന, കഠിനമായ അധ്വാനത്തിലൂടെ, കൃത്യമായ തീഷ്ണമായ പ്രവർത്തനങ്ങളിലൂടെ ആ മഹാവിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. വന്ദേ മാതരം. ജയ് ഹിന്ദ്. അടുത്തതായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ബഹുമാന്യനായ സന്ദീപ് വാചസ്പതി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റും നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നിങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരിയായ ലക്ഷ്മി പ്രിയ, ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയ നമ്മുടെ ആര്യ പാർവതി, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ജയസൂര്യൻ, ദേശീയ സമിതി അംഗം ശ്രീ വെള്ളിയാകുളം പരമേശ്വരൻ തുടങ്ങി വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, വലിയ എന്താ പറയുക, വാക് വിസ്ഫോടനങ്ങൾക്ക് ശേഷം പിന്നാലെ വന്ന് പ്രസംഗിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. വലിയ 3 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. റാണി ലക്ഷ്മിഭായിയുടെ ഉൾക്കരുത്തോടെ, സാക്ഷാൽ മഹാലക്ഷ്മിയുടെ മുഖപ്രസാദത്തോടെ നിങ്ങളോട് സംസാരിച്ച ലക്ഷ്മിപ്രിയയുടെ ആ വാഗ്ധോരണിക്ക് മുന്നിൽ ഞാൻ ഏറെ ആദരവോടെ നമിക്കുകയാണ്. സാധാരണ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. സിനിമാക്കാരെന്നൊക്കെ പറയുമ്പോൾ കണ്ണീർ സീരിയലുകളും ചില പൈങ്കിളി കഥകളുമൊക്കെയായി ഒതുങ്ങുന്നവരാണ് എന്ന് ചിലർക്കൊക്കെ ചില ധാരണകളുണ്ട്. ആ ധാരണകളെ മുഴുവൻ തിരുത്തി കുറിച്ച ഒരു വാഗ്വിലാസമാണ് നിങ്ങൾ എല്ലാവരും കേട്ടത്. അപ്പോ അതിനുശേഷമാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻജിയുടെ വരവ്. ജയസൂര്യൻജിയുടെ പ്രസംഗവും നിങ്ങൾ കേട്ട് അതിനുശേഷം ഈ വേദിയിൽ സംസാരിക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും യോഗ നടപടി എന്ന നിലയിൽ, ഈ യോഗം ആവശ്യപ്പെടുന്ന കാര്യം എന്ന നിലയിൽ പ്രസംഗിക്കാതിരിക്കാൻ സാധ്യമല്ല. നാം ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മാറ്റത്തിനായി സ്ത്രീ ശക്തി എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. ലോകത്തിലെ ഏതൊരു മാറ്റവും അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. അമ്മമാരിൽ നിന്നാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ചരിത്രപരമായ പൗരാണികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, നരേന്ദ്രനാഥ് ദത്ത എന്ന ഒരു കൊച്ചു കുഞ്ഞിനെ വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമിയാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ അമ്മയാണ്. ചെറുപ്പത്തിൽ എന്താകാനാണ് ആഗ്രഹമെന്ന വിവേകാനന്ദനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, കാരണം വിവേകാനന്ദൻ എന്ന നരേന്ദ്രനാഥൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു കുതിരവണ്ടിയിലാണ്. കാര്യം അച്ഛൻ ഭൂപേന്ദ്രനാഥ ദത്ത വലിയ പ്രമാണിയായിരുന്നു. അപ്പൊ പറഞ്ഞു, എനിക്ക് കുതിരവണ്ടിക്കാരനായാൽ മതി എന്ന് പറഞ്ഞ മകനോട് പൂജാമുറിയിലേക്ക് ആ മകനെ കൂട്ടിക്കൊണ്ടുപോയി പാർത്ഥസാരഥിയുടെ പടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ കുതിരവണ്ടിക്കാരൻ തന്നെയാകണം, പക്ഷേ ഇതേപോലെ ഒരു കുതിരവണ്ടിക്കാരനാകണമെന്ന് പറഞ്ഞ് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണിച്ചു കൊടുത്തത് അമ്മയാണ്. അപ്പോ സ്വാമി വിവേകാനന്ദനെ സൃഷ്ടിച്ചത് ആധ്യാത്മികതയുടെ ഉൾക്കരുത്താണെന്ന് നാം പറയുമ്പോഴും അതിന്റെ പിന്നിലെ ചോദന അമ്മയായിരുന്നു. അമ്മമാർക്ക് മാത്രമേ മാറ്റമുണ്ടാക്കാൻ സാധിക്കൂ. ഭാരതത്തിന്റെ ചരിത്രം അതാണ്. ഭാരതത്തിൽ ശക്തിയുള്ളത് എന്തും സ്ത്രീയുടെ പേരിലാണ്. പുരുഷന് വലിയ ശക്തിയൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉൾക്കരുത്ത് കൂടുതൽ സ്ത്രീകൾക്കാണ്. വൈകാരികമായ
കണ്ടെയ്ൻമെന്റ് എന്ന് നമ്മൾ പറയും. വൈകാരികമായ ഏതൊരു വികാരത്തെയും അടക്കിപ്പിടിച്ച് നിയന്ത്രണത്തോടെ പെരുമാറാനുള്ള ശേഷിയുള്ളത് സ്ത്രീക്കാണ്. പുരുഷൻ വളരെ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ സ്ത്രീകൾ അങ്ങനെയല്ല. നമുക്ക് തോന്നും തിരിച്ചാണ് എന്ന്, പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഏത് ശക്തിയുടെയും പ്രതീകമായി സ്ത്രീ ലിംഗങ്ങൾ ഉണ്ടായത്. ഭാരതം നമുക്ക് അതുകൊണ്ടാണ് ഭാരതാംബയായി മാറിയത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു നാട് ആരെങ്കിലും മദർലാൻഡ്, മാതൃഭൂമി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൽ മാത്രമാണ്. പാശ്ചാത്യ നാടുകളിലൊക്കെ അവർക്ക് പിതൃഭൂമിയാണ്, ഫാദർലാൻഡ് ആണ്. ഭാരതത്തിൽ മാത്രം നമുക്കിത് അമ്മയാണ്, മാതൃഭൂമിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭാരതം അമ്മയായത്. ഗംഗ അതുകൊണ്ടാണ് ഗംഗാദേവിയായത്. സമ്പത്ത് ലക്ഷ്മി ദേവിയും ശക്തി ദുർഗാദേവിയും വിദ്യ സരസ്വതി ദേവിയുമായതും അതുകൊണ്ട് തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ ഘടകങ്ങളെയും സ്ത്രീയായിട്ടാണ് ഭാരതീയർ സങ്കല്പിച്ചു പോരുന്നത്. സ്ത്രീകൾക്കാണ് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, എന്റെ ശക്തി അടുക്കളയിൽ നിന്നാണ്. അടുക്കളയിൽ നിന്നാണ് ഈ നാടിന്റെ മാറ്റം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ മുമ്പ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ പറ്റി ചിന്തിച്ചത്. ഭാരതത്തിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി സ്ത്രീകളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ 50% കുടുംബങ്ങളിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലായിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഭാരതത്തിലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ പുക കൊണ്ടുള്ള രോഗം കൊണ്ട് മരിക്കുന്നത് സ്ത്രീകളായിരുന്നു. അത് നമ്മുടെ അമ്മമാരൊന്നും പുകവലിച്ചിട്ടായിരുന്നില്ല, മറിച്ച് അടുപ്പിൽ നിന്നുള്ള പുകയേറ്റായിരുന്നു നമ്മുടെ അമ്മമാർ പിടഞ്ഞു വീണു മരിച്ചത്. 50% വീടുകളിൽ വിറകടുപ്പോ കൽക്കരി അടുപ്പോ ആയിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് 100% വീടുകളിലേക്ക് സൗജന്യമായി LPG കണക്ഷൻ എത്തിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. രാജ്യത്ത് ആദ്യമായി ഒരു പ്രധാനമന്ത്രി ശൗചാലയങ്ങളെ പറ്റി സംസാരിച്ചു. എന്റെ അമ്മമാർ, എന്റെ സഹോദരിമാർ, എന്റെ പെൺകുഞ്ഞുങ്ങൾ അതിരാവിലെ ഉണർന്നെണീറ്റാൽ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിന്റെയോ കെട്ടിടത്തിന്റെയോ മറവറ്റി പോകേണ്ട ഗതികേടിനെ പറ്റി ചിന്തിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ലോകത്താദ്യമായി ഒരു പ്രധാനമന്ത്രി ആർത്തവത്തെ പറ്റി സംസാരിച്ചു. ഇന്നിവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർത്തവം എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മളൊക്കെ എന്തോ കേൾക്കാത്ത കാര്യമാണ്. ഇതേപ്പറ്റിയൊന്നും നമുക്കറിയാത്ത, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഉണ്ടായി വന്നവരാണ് നമ്മളെന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം. അവരിന്ന് ആർത്തവ വിപ്ലവമാണ് നടത്തുന്നത്. കാര്യം മലിനത്തെ പറ്റി മാത്രമേ അവന് ചിന്തിക്കാൻ പറ്റൂ. മാലിന്യം കൊണ്ട് വിപ്ലവം നടത്തുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. പക്ഷെ നരേന്ദ്രമോദി ചിന്തിച്ചത് അങ്ങനെയല്ല. എന്റെ പെൺകുഞ്ഞുങ്ങൾ, എന്റെ സഹോദരിമാർ, എന്റെ അമ്മമാർ ആർത്തവജന്യമായ രോഗങ്ങൾ കൊണ്ട്, ശുചിത്വമില്ലാത്ത ആർത്തവകാലത്തെ രീതികൾ കൊണ്ട് മരണപ്പെടുന്നു. അവർക്ക് മാറാ രോഗങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്നും സാനിറ്ററി നാപ്കിൻ എന്നുള്ളത് ഒരു ആഡംബര വസ്തുവായി കണക്കാക്കപ്പെട്ടിരുന്നു. ആ സ്ഥാനത്തേക്കാണ് നരേന്ദ്രമോദി 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ എന്ന വിപ്ലവകരമായ തീരുമാനവുമായി കടന്നു വന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും ഭാരതത്തിലെ അമ്മമാർ, സ്ത്രീകൾ അധികാരത്തിലെത്തിയത്. അതുകൊണ്ടാണ് ഒരു സർവേയിലും നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തെളിയാതെ പോയത്. അല്ലാതെ നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും വലിയ മിടുക്കില്ലാത്തത് കൊണ്ടൊന്നുമല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാജ്യത്തെ എല്ലാ സർവേകളും പറഞ്ഞു UPA സർക്കാർ അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും. എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്യത്തെ അമ്മമാരുടെ മനസ്സറിയാൻ ഈ ചാനലുകൾക്ക് കഴിയാതെ പോയി, അല്ലെ? അതിന് വേറെ രീതിയിൽ നീതിസാരം പറഞ്ഞാൽ സ്ത്രീണാന്റെ ചിത്തം പുരുഷസ്യ ഭാഗ്യം എന്ന് പറയും. സ്ത്രീയുടെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ദേവോന ജാനാമി കുതോ മനുഷ്യ എന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തിന് പോലും അറിയില്ല, പിന്നെ എങ്ങനെ മനുഷ്യൻ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതാകാം നമ്മുടെ അമ്മമാരുടെ, സ്ത്രീകളുടെ മനസ്സറിയാൻ ഒരു സർവേക്കും ഇതേവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരന്മാരൊക്കെ അവർക്കൊന്നും ഇതിനെപ്പറ്റി ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്.
എങ്ങനെയാണ് ക്രിയാത്മകമായി സ്ത്രീ ശക്തിയെ ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കൃത്യമായ അറിവില്ല. അതുകൊണ്ടാണ് അവർക്ക് ആർത്തവ വിപ്ലവം നടത്താൻ സ്ത്രീകളെ വേണം, വിശ്വാസത്തിന്റെ മതിൽ പണിയാൻ അവർക്ക് സ്ത്രീകളെ വേണം, അല്ലെ? വിശ്വാസത്തിന്റെ മതിൽ പണിയാൻ സ്ത്രീകളെ കൊണ്ടുപോയാണ് മതിൽ പണിയിച്ചത്. ഇവിടെ ആരാണ് സ്ത്രീ എവിടെയെങ്കിലും കയറുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രമാണം നമ്മുടെ വിശ്വാസ സംഹിതകളിലുണ്ടോ? ഹരിനാമകീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് പറയാം, ഋതുവായ പെണ്ണിന് വിരപ്പനും ദാഹകനും പതിതനും അഗ്നി യജനം ചെയ്ത ഭൂസുരനും ഒരു നാളും ആർക്കും അരുതാത്തതല്ല ഹരിനാരായണായ നമ എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഋതുവായ പെണ്ണിനെ എങ്ങും മാറ്റി നിർത്തിയിട്ടില്ല. ഋതുവായ പെണ്ണിനും ഈശ്വരനാമം നിഷിദ്ധമല്ല. ഇതൊക്കെയാണ് ഭാരതീയ പാരമ്പര്യം. ഇതേപ്പറ്റി ഒന്നും അറിയാത്തവരാണ് ശബരിമലയിൽ സ്ത്രീ കയറിയാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. ശബരിമലയിലെ വിഷയത്തെപ്പറ്റി ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാതെ ഭാരതത്തിന്റെ സങ്കല്പം എന്താണ്, ഭാരതത്തിന്റെ സംസ്കാരം എന്താണ്, ഭാരതത്തിന്റെ രീതികൾ എന്താണ്, വേദപണ്ഡിതകളായ വിദുഷികളായ സ്ത്രീകളുള്ള നാടായിരുന്നു ഭാരതം. വിവേകാനന്ദ സ്വാമികള് കേരളം സന്ദർശിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സംസ്കൃതം സംസാരിക്കുന്ന സ്ത്രീകളെ കണ്ട ഏക നാടാണ് കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കേരളത്തിലെ സ്ത്രീകളൊന്നും അങ്ങനെ ഈ പറഞ്ഞതുപോലെ വീടിനകത്ത് അടച്ച് ഒതുങ്ങിയിരിക്കുന്നവരൊന്നുമല്ല. സ്ത്രീക്ക് സർവസ്വാതന്ത്ര്യവും കൊടുത്ത നാടാണ് ഭാരതം. പക്ഷെ ഇന്നോ അതേ സ്ത്രീയെ പർദ്ദയുടെ ഉള്ളിലേക്ക് ഒതുക്കുന്നതാണ് സ്ത്രീ വിമോചനം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മക്കൾ, ഈ രാജ്യത്തിന്റെ പെൺകുഞ്ഞുങ്ങൾ അവർ ആകാശമുട്ട വളരണമെന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വമാണ് നമ്മുടേത്. ഈ രാജ്യത്തെങ്ങും സ്ത്രീകൾക്ക് ഒരു വിലക്കും ആരും കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മെ ചില വിലക്കുകളിൽ തളച്ചിടാൻ വേണ്ടി ചിലർ വരികയാണ്. നാം അതേപറ്റി ബോധവാന്മാരായിരിക്കണം. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ പറ്റി നമ്മുടെ അമ്മമാർ ബോധവതികളാകണം. എവിടേക്കാണ് എന്റെ പെൺമക്കൾ ഇറങ്ങിപ്പോകുന്നത്? എന്റെ പെൺകുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമൂഹം എങ്ങനെയുള്ളതാണ്? ആ സമൂഹത്തിന്റെ ചെയ്തികളെ എങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ ബാധിക്കുക? ആ സമൂഹത്തിന്റെ ചെയ്തികളെ നേരിടാൻ തക്ക ശക്തി എന്റെ മകൾക്കുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെയാണ് ആധുനിക സമൂഹം ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ പ്രണയം നടിച്ച് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടു പോകുമ്പോ വിലപിച്ച അമ്മമാരാണ് ഈ നാട്ടിലേറിയ പങ്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയി? നമ്മുടെ പാരമ്പര്യത്തെ പറ്റി, നമ്മുടെ സംസ്കാരത്തെ പറ്റി ഒന്നും ബോധമതികളാൽ അല്ലാത്തത് കൊണ്ട് കുഴപ്പമാണത്. നമുക്ക് രാഷ്ട്രീയം എന്നുള്ളത് ഓരോ ദിവസവും വീട്ടിൽ സംസാരിക്കേണ്ടതാണ്. രാഷ്ട്രീയം എന്നുള്ളത് കേവലം കക്ഷി രാഷ്ട്രീയമല്ല. ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്തും രാഷ്ട്രീയമാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളെ പറ്റിയും നിങ്ങൾ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ബോധവതികളാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എന്റെ മകൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് മേലിനടിക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടുമ്പോഴാണ് നിമിഷമാരും രഹന ഫാത്തിമമാരും ഒക്കെ ഉണ്ടാകുന്നത്. രണ്ടു തരത്തിലും ഉണ്ടാകും. ഈ രാഷ്ട്രത്തെ പറ്റി ബോധമുള്ള സ്ത്രീകൾ ഉണ്ടാകണം. അവരെ നിങ്ങൾ ഏത് വാക്കുപയോഗിച്ച് അധിക്ഷേപിച്ചാലും എന്റെ നാടിനെ പറ്റി, എന്റെ ഭാവിയെ പറ്റി, എന്റെ മക്കളെ പറ്റി, എന്റെ നന്മയെ പറ്റി ബോധവാദികളാകുമ്പോൾ നമുക്ക് സ്വയം പര്യാപ്തതയുണ്ടാകും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്, നാം നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ രക്ഷിക്കണം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പെൺഭ്രൂണഹത്യ വ്യാപകമായിരുന്നു. കാരണം അവർക്ക് പെൺകുഞ്ഞുങ്ങളെ വളർത്താനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ്. ആ അവസ്ഥ മാറ്റി പെൺകുഞ്ഞുങ്ങളെ രക്ഷിക്കണം, അവരെ പഠിപ്പിക്കണമെന്ന ആശയം മുൻപോട്ടേക്ക് വെച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. അവരെ എങ്ങനെ പഠിപ്പിക്കും? വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി സുകന്യാ സമൃദ്ധി യോജന. നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് 10 വയസ്സെത്തുന്നതിന് മുൻപ് ഈ പദ്ധതിയിൽ ചേർന്നാൽ അവരുടെ 20-21 വയസ്സാകുമ്പോൾ നിങ്ങൾ മുടക്കിയ തുകയുടെ ഇരട്ടിയായി തിരികെ കിട്ടുന്ന പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന. ഇങ്ങനെ എത്രയെത്ര പദ്ധതികൾ ഇവിടെ പറഞ്ഞു. ഉജ്ജ്വല യോജനയെ പറ്റി പറഞ്ഞു, ഉജാല യോജനയെ പറ്റി പറഞ്ഞു, മുദ്ര യോജനയെ പറ്റി പറയുന്നു, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങി നിരവധി പദ്ധതികളെ പറ്റി ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അപ്പോ
ആദ്യമായാണ്, രാജ്യത്ത് ആദ്യമായാണ് ഒരു സർക്കാർ സ്ത്രീകളുടെ ഉന്നമനത്തെ പറ്റി, സ്ത്രീ ശാക്തീകരണത്തെ പറ്റി സംസാരിച്ചത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ശ്രദ്ധ മുസ്ലിം സ്ത്രീകളിലേക്കും പതിഞ്ഞത്. എന്തുകൊണ്ടാണ് മുത്തലാഖ് എന്നുള്ള സാമൂഹ്യ വിപത്ത് നിയന്ത്രിക്കപ്പെടേണ്ടതല്ല എന്ന് നാളിതുവരെ ഭരിച്ച ഭരണാധികാരികൾക്ക് തോന്നാഞ്ഞത്? വാട്സപ്പ് വഴി, SMS വഴി ഉറക്കത്തിൽ പറഞ്ഞാൽ, അബദ്ധത്തിൽ പറഞ്ഞാൽ ആ സ്ത്രീ അതിരാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം അവിടെ നിന്ന് അവളുടെ കയ്യിൽ കിട്ടുന്നതും എടുത്ത് ഇറങ്ങേണ്ട ഗതികേടുണ്ട്. പിന്നെ ആർക്കും അവരെ സംരക്ഷിക്കാൻ പറ്റില്ല. ഭർത്താവ് പറയുകയാണ്, നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി, 1-ാം തലാക്ക്, 2-ാം തലാക്ക്, 3-ാം തലാക്ക്, മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കിയാൽ സ്ത്രീക്ക് പിന്നെ അവകാശമില്ല, അധികാരമില്ല, സമ്പത്തിലില്ല, കുടുംബത്തിലില്ല, മക്കളുടെ മേലില്ല, ഒരു അവകാശവും ഇല്ലാതെ ഒരു പഴംതുണി പോലെ വലിച്ചെറിയപ്പെടുന്ന സ്ത്രീയെ പറ്റി ആദ്യമായി ചിന്തിച്ചത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി മാറിയത്. ഇന്ന് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാണ്. അവിടെയും വർഗീയത കാണുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. ഇങ്ങനെ സ്ത്രീകളെ പറ്റി വിചാരിച്ച, സ്ത്രീകളെ പറ്റി സംസാരിച്ച, സ്ത്രീകളെ ശാക്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സർക്കാരാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകിയ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ. ഈ സർക്കാരിനെയാണ് നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ സമൂഹത്തോട് പറയാനുള്ളതും ഈ സർക്കാരിന്റെ ചെയ്തികളെ പറ്റിയാണ്. നിരവധി പദ്ധതികളെ പറ്റിയൊക്കെ പറയാനുണ്ട്. ഞാൻ സമയം അധികരിക്കുന്നത് കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ BJP വോട്ട് ചെയ്യണം? സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ്. എന്തുകൊണ്ടാണ് BJPക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നാം പറയുന്നത്? BJP വന്നാലേ കേരളം രക്ഷപ്പെടൂ എന്ന് BJPക്കാരുടെ അവകാശവാദം മാത്രമാണോ? ഇതിനൊരു കാരണം കൂടിയുണ്ട്. 65 വർഷത്തെ നമ്മുടെ ഭരണം, 65 വർഷം എന്ന് പറയുമ്പോൾ 3 തലമുറ കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ പറയാറുണ്ട്, ബുദ്ധിമാന്മാർ ഒരേ കല്ലിൽ തട്ടി 2 തവണ വീഴില്ല എന്ന്. പക്ഷെ കേരളം കഴിഞ്ഞ 65 വർഷമായി ഒരേ കല്ലിൽ തട്ടി മാറി മാറി വീണുകൊണ്ടിരിക്കുകയാണ്. ഓരോ 5 വർഷം കഴിയുമ്പോഴും ഇടത്തേക്കാലിലെ മന്ത് വലതുകാലിലേക്കും, വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്കും നീങ്ങുന്ന പോലെയുള്ള പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. 956 കേരളം നിലവിൽ വരുമ്പോ കേരളം സ്വയം പര്യാപ്തമായ സംസ്ഥാനമായിരുന്നു. നമുക്ക് വേണ്ടത് മുഴുവൻ നമുക്കുണ്ടായിരുന്നു. 44 നദികളുള്ള സംസ്ഥാനം, വർഷത്തിൽ 6 മാസം സമൃദ്ധമായി മഴ കിട്ടുന്ന സംസ്ഥാനം, ഫലഭൂയിഷ്ഠമായ മണ്ണ്, അധ്വാനശീലരായ ജനങ്ങൾ, സംസ്കാര സമ്പന്നരായ ജനങ്ങൾ, വിദ്യാസമ്പന്നരായ ജനങ്ങൾ. പക്ഷേ 2021 ആയപ്പോ കേരളം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പിന്നാക്കമെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ സ്വയം പര്യാപ്തതയുടെ കാര്യത്തിൽ നാം പിന്നാക്കമാണ്. നമുക്കിന്ന് സ്വന്തമായുള്ളത് എന്താണ്? മലയാളിയുടെ അടുക്കള പുകയണമെങ്കിൽ, മലയാളിയുടെ അടുപ്പ് കത്തണമെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്ന് കടന്നു വരുന്ന ലോറികൾ ഉണ്ടാവണം. ഒരു ലോറി സമരം ഉണ്ടായാൽ മലയാളി പട്ടിണി കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ. ആരാ ഇതിന് ഉത്തരവാദികൾ? മലയാളികൾ വിഷം കഴിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചതാരാ? അരി ആന്ധ്രയിൽ നിന്ന് വരുമ്പോ പച്ചക്കറിയും പാലും മുട്ടയും എന്തിന് നമ്മുടെ അമ്മമാർക്കൊന്ന് തലയിൽ ചൂടാനുള്ള പൂവ് പോലും വരുന്നത് തമിഴൻ കഷ്ടപ്പെട്ടിട്ടാണ്. ആ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയുടെ ഗുണനിലവാരം ആരുറപ്പുവരുത്തുന്നു? തമിഴ്നാട്ടിൽ 2 തരം കൃഷിയാണുള്ളത്, നമുക്കറിയാം. മലയാളിക്ക് കൊടുക്കാൻ ഒരു തോട്ടവും അവർക്ക് കഴിക്കാൻ മറ്റൊരു തോട്ടവും. മലയാളിക്ക് കഴിക്കാൻ കൊടുക്കുന്ന തോട്ടത്തിലെ പച്ചക്കറി വിഷമടിച്ചതാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ വിഷം കഴിച്ചാൽ മതിയെന്ന് ആരുടെ തീരുമാനമാണ്? ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനമാണ് കേരളം. ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗി വീതം ഏകദേശം ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ആരുടെ തീരുമാനം? ആരാണ് മലയാളിയെ രോഗാതുരനാക്കി മാറ്റിയത്? ഇന്ന് കൂടുപോലെ നമ്മളുടെ ഓരോ കവലകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മുളച്ചു പൊങ്ങുകയാണ്. ആശുപത്രിയുടെ എണ്ണം എടുത്തത് കൊണ്ടാണോ നാം ആരോഗ്യ രംഗത്ത് 1-ാം നമ്പർ ആകുന്നത്? ആശുപത്രികളുടെ എണ്ണം കുറയുമ്പോഴാണ് ആരോഗ്യ രംഗത്ത് നാം മെച്ചം. അല്ലാതെ ആശുപത്രികൾ കൂടുപോലെ മുളച്ചു പൊങ്ങുന്ന സംസ്ഥാനം എങ്ങനെയാണ്
ഒന്നാം നമ്പർ സംസ്ഥാനമായി ആരോഗ്യ മേഖലയിൽ എത്തുക. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ആശുപത്രികളാണ്. അതിന് പ്രധാന കാരണം മലയാളി കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അപ്പൊ മലയാളിയുടെ ഭക്ഷണം വിഷം കഴിച്ചത് മതിയെന്ന് തീരുമാനിച്ചത് 65 വർഷം നമ്മെ ഭരിച്ചവരാ. മലയാളിക്ക് വിദ്യാഭ്യാസം നേടാൻ അന്യ സംസ്ഥാനത്തേക്ക് പോകണം, തൊഴിൽ വേണമെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോകണം. ഇതിനൊക്കെ ആരാ ഉത്തരവാദി എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 65 വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ ശുദ്ധജലം, കുടിവെള്ളം നൽകാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? 65 വർഷം ഭരിച്ചിട്ട് നന്നാക്കാത്തവർ അടുത്ത 5 വർഷം കൊണ്ട് ഈ നാട് നന്നാക്കുമെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ അത്ര മടയനാണോ? നാം ചിന്തിക്കണ്ടേ? 65 വർഷമായിരിക്കുന്നു. 3.5 ലക്ഷം കോടി രൂപയുടെ കടം. മലയാളിക്ക് മാത്രം സ്വന്തമായി ഒന്നുമില്ല. നാം ഇന്ന് യാചകന്റെ വേഷത്തിലാണ്. പത്രവാർത്ത ശരിയാണെങ്കിൽ ഈ മാസം എടുത്ത കടത്തിന്റെ തുക മാത്രം 6000 കോടി രൂപയാണ്. 6000 കോടി രൂപ. ഓരോ മലയാളിക്കും 1 ലക്ഷം രൂപ വീതം കടം. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് പോലും കടം. 3.5 ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് മലയാളിയെ തള്ളിയിട്ടത് ഈ 65 വർഷത്തെ ഇടത് വലത് ഭരണമാണ്. ഇതിന് അന്ത്യം വരുത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. കാരണം BJP കാണിച്ചു തന്നിട്ടുണ്ട്. BJP 25 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാൾ, ക്ഷമിക്കണം, ഗുജറാത്ത്. എന്തായാലും ഗുജറാത്തിന്റെ അവസ്ഥ? രാജ്യത്തെ 1-ാം നമ്പർ സംസ്ഥാനമായി ഗുജറാത്ത് മോഡൽ എന്നുള്ളത് വികസനത്തിന്റെ പര്യായമായി അറിയപ്പെടുന്നു. ഗുജറാത്ത് മോഡൽ ഡെവലപ്മെന്റ് ആഗോള രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഗുജറാത്തിൽ ഏകജാലക സംവിധാനത്തിലൂടെ വ്യവസായങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരുന്നവർ ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ ഇന്നൊന്നും തുടങ്ങാൻ സാധ്യമല്ല. നമുക്ക് ട്രാക്ടർ വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, കൊയ്ത്ത് യന്ത്രം വേണ്ട, നെതിയന്ത്രം വേണ്ട, നടീൽ യന്ത്രം വേണ്ട, നമുക്ക് കൊടി മാത്രം മതി. നാം കൊടി പിടിച്ചു. ഇന്ന് മലയാളിയുടെ കയ്യിൽ കൊടിയും നാവിൽ മുദ്രാവാക്യവും മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കണമെങ്കിൽ തമിഴനും തെലുങ്കനും കഷ്ടപ്പെടണം. ആരാ നമ്മെ ഈ ഒരു ഗതികേടിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്? ഭാരതീയ ജനതാ പാർട്ടി 28 വർഷം ഭരിച്ചപ്പോ ഗുജറാത്ത് രാജ്യത്തെ 1-ാം നമ്പർ സംസ്ഥാനമായി മാറി. പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ഗുജറാത്ത് 1-ാമതാണ്. വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ ഗുജറാത്ത് 1-ാമതാണ്. മികച്ച റോഡുകൾ, മികച്ച ശുദ്ധജലം, പരിസ്ഥിതി ശുചീകരണം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, എല്ലാത്തിലും ഗുജറാത്ത് 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. നേരെ മറിച്ച് ഇന്ന് നമുക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായി വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 36 വർഷം ഭരിച്ച ബംഗാളിന്റെ അവസ്ഥ എന്താ? നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മലയാളിക്ക് ബംഗാളി എന്ന് കേട്ടാൽ പുച്ഛമാണ്, അല്ലേ? ബംഗാളികളെ പുച്ഛത്തോടെയാണ് നാം കാണുന്നത്. ഒരു കാലത്ത് സുവർണ ബംഗാൾ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ബംഗാൾ, ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഭാരതം ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാമകൃഷ്ണദേവന്റെ, സ്വാമി വിവേകാനന്ദന്റെ, സുഭാഷ് ചന്ദ്രബോസിന്റെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ, ജതീൻ ദാസിന്റെ ഒക്കെ ബംഗാൾ. എവിടെ പോയി ആ ബംഗാൾ? ഇന്ന് 36 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോ ബംഗാൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇന്ന് ബംഗാളിൽ ഒന്നുമില്ല. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സിറ്റിയിൽ ചെന്നാൽ മനുഷ്യൻ വലിക്കുന്ന റിക്ഷ കാണാൻ സാധിക്കുമെങ്കിൽ അത് കൊൽക്കത്തയിൽ മാത്രമാണ്. കഴുത വലിക്കുന്നതിന് പകരം മനുഷ്യനെ കൊണ്ട് റിക്ഷ വലിപ്പിക്കുന്ന നാടാണ് ബംഗാൾ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാമകൃഷ്ണദേവിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ പിന്മുറക്കാരനാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുപ്പവാരാൻ എത്തുന്നത്. അവരാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ തെങ്ങിന് തടമെടുക്കുന്നത്, കക്കൂസ് മാലിന്യം കോരുന്നത്. ആരാ ബംഗാളിയെ ഈ അധപ്പതനത്തിലേക്ക് തള്ളിവിട്ടത്? 36 വർഷം ഭരിച്ചു. തിരുവായ്ക്ക് എതിർവായില്ലാതെ ഭരിച്ചു, പ്രതിപക്ഷമില്ലാതെ ഭരിച്ചു, സമ്പൂർണമായ നയങ്ങൾ നടപ്പാക്കി, കമ്മ്യൂണിസം വിഭാവനം ചെയ്യുന്ന എല്ലാ പദ്ധതികളും നടപ്പാക്കി. എന്റെ 36 വർഷം കൊണ്ട് ഒരു സംസ്ഥാനം തകർന്ന് തരിപ്പണമായത് എന്തുകൊണ്ടാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ വികസനത്തെ പറ്റി പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെയെങ്കിലും ബംഗാൾ മോഡൽ വികസനമുണ്ടോ? ഈ രാജ്യത്ത് ആർക്കെങ്കിലും ബംഗാൾ മോഡൽ വികസനം വേണമോ?
നിങ്ങൾ 26 വർഷം ഭരിച്ച ത്രിപുര മോഡൽ വികസനം ഈ രാജ്യത്തുണ്ടോ? അപ്പോ ഭരിച്ചിടം മുഴുവൻ തകർത്തെറിഞ്ഞ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. ആഗോള തലത്തിൽ ചിന്തിച്ചാൽ ക്യൂബ, വെനസ്വേല, സോവിയറ്റ് യൂണിയൻ തുടങ്ങി എല്ലാ രാജ്യങ്ങളെയും തകർച്ചയുടെ വക്കിലെത്തിച്ചതും തകർത്തതും കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പൊ നമ്മളോട് രണ്ടാമതൊരു അവസരം ചോദിക്കുന്നത്. ഈ രണ്ടാമതൊരു അവസരം എങ്ങനെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഉമ്മൻചാണ്ടിയുടെ 5 വർഷത്തെ കൊടും ക്രൂരമായ ഭരണം, ദുർഭരണം കണ്ട് മടുത്തിട്ടാണ് മലയാളികൾ പിണറായി വിജയനെ അധികാരത്തിൽ എത്തിച്ചത്. എന്താ സംഭവിച്ചത്? ഉമ്മൻചാണ്ടിയെ ലജ്ജിപ്പിക്കുന്ന, ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കുന്ന ഭരണവുമായി പിണറായി വിജയൻ അരങ്ങുവാണു. ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന് താവളമായി. ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തുകാരുടെ ഇടനില നിന്നതിന് 90 ദിവസം ജയിലിൽ കിടന്നു. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? എനക്കറിയില്ല. ഇന്ന് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് എനക്കറിയില്ല എന്നുള്ളത്. മലയാളിയുടെ ആരോഗ്യ വിവരങ്ങൾ മുഴുവൻ സ്പ്രിംഗ്ലർ കമ്പനിക്ക് വേണ്ടി കൈമാറ്റം ചെയ്തു. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല. സ്വർണ്ണക്കടത്തുണ്ടായി. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എനക്കറിയില്ല. ഉദ്യോഗസ്ഥരാണ് ചെയ്തത്. എന്താ പറഞ്ഞത്? ഏറ്റവും അവസാനം നമ്മളുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അവകാശം അമേരിക്കൻ കമ്പനിക്ക് കൈമാറിയപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കറിയില്ല എന്ന്. ഏറ്റവും അവസാനം തെളിവെന്താ പുറത്തു വന്നത്? മുഖ്യമന്ത്രിയുടെ അറിവോടെ, മന്ത്രിസഭയുടെ അറിവോടെ, ഫിഷറീസ് മന്ത്രിയുടെ അറിവോടെ, വകുപ്പ് സെക്രട്ടറിയുടെ അറിവോടെ എടുത്ത തീരുമാനമായിരുന്നു ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ. അതുകൊണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ അറിയാത്തയാളൊന്നുമല്ല. മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യത്തെ പറ്റിയും നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി നമ്മയൊക്കെ പൊട്ടനാക്കുന്നു, പൊട്ടൻ കളിക്കുകയാണ് മുഖ്യമന്ത്രി. പറ്റിയാൽ പറ്റട്ടെ എന്നതാണ് പിണറായി വിജയന്റെ ചിന്ത. കൈയോടെ പിടിക്കുമ്പോ എനിക്കറിയില്ല എന്ന് ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരുകയാണ്. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ 5 വർഷമായി. നമ്മുടെ ചെറുപ്പക്കാര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴയുകയാണ് സർക്കാരിന്റെ കരുണ പ്രതീക്ഷിച്ചുകൊണ്ട്. നിങ്ങൾ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞു മഹിജ എന്ന അമ്മയുടെ കഥ പറഞ്ഞു. മഹിജ എന്ന അമ്മയെ മുടിക്ക് കുത്തിപ്പിടിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിലൂടെ വലിച്ചിഴച്ചു. പിണറായി വിജയന്റെ ഭരണത്തിൽ നടന്ന കാര്യമാണിത്. ഇങ്ങനെ ജനജീവിതത്തെ തകർത്തെറിഞ്ഞ ഭരണമായിരുന്നു പിണറായിയുടേത്. ഈ പിണറായി വിജയനാണ് രണ്ടാമതൊരു അവസരത്തിനായി നമ്മുടെ മുൻപാകെ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടതൊരു മാറ്റമാണ്. മാറ്റം കൊണ്ടുവരുവാൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞു, BJP മാറ്റം സാധ്യമാക്കിയ പാർട്ടിയാണ്. അവസാന വരിയിൽ നിൽക്കുന്ന അവസാന ആളിലേക്കും വികസനം എത്തിക്കുക എന്നതാണ് BJPയുടെ അടിസ്ഥാന പ്രമാണം. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി, അതാണ് BJPയുടെ മൂലമന്ത്രം. ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ ശത്രു മുസ്ലിമല്ല എന്നും മുസ്ലിമിന്റെ ശത്രു ഹിന്ദുവല്ല എന്നും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ശത്രു പട്ടിണിയാണ്. പട്ടിണിക്ക് ജാതിയില്ല, പട്ടിണിക്ക് മതമില്ല, നിരക്ഷരതയ്ക്ക് മതമില്ല, അജ്ഞതയ്ക്ക് മതമില്ല. ആനുകൂല്യങ്ങളൊന്നും ഒരു ജാതിയോ ഒരു മതത്തെയും നോക്കിയല്ല കൊടുത്തത്. ഈ ലോകം കോവിഡ് കാലത്ത് വിറങ്ങലിച്ചു നിന്നപ്പോ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 6000 രൂപ നിക്ഷേപിച്ചത് ജാതി നോക്കിയോ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ ആയിരുന്നില്ല. ജൻധൻ അക്കൗണ്ടുള്ള അമ്മമാരുടെ എല്ലാ അക്കൗണ്ടുകളിലേക്ക് 1500 രൂപ ഇട്ടു തന്നത് ജാതിയും മതവും നോക്കിയായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. ഇതാണ് BJPയുടെ മുദ്രാവാക്യം. ഈ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്. കേരളത്തെ വീണ്ടെടുക്കാൻ, കേരളത്തിന്റെ നന്മകളെ വീണ്ടെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം. മറ്റെല്ലാവരെയും പരീക്ഷിച്ചില്ലേ, BJPക്ക് ഒരു അവസരം നൽകൂ. ഇതാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 6-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു മാറ്റത്തിനായി വോട്ട് ചെയ്യണം. കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതാകും 6-ാം തീയതി. നാം ഇത്തവണ വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇത്ര കാലവും നാം ജാതി നോക്കി, മതം നോക്കി, ചിഹ്നം നോക്കി, രാഷ്ട്രീയം നോക്കി ഒക്കെ വോട്ട് ചെയ്തെങ്കിൽ ഇത്തവണ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഭാവി തലമുറയ്ക്ക് വേണ്ടി. ഇവിടെ ആത്മാഭിമാനത്തോടെ
ആത്മാഭിമാനത്തോടെ, അന്തസ്സോടെ, നെഞ്ചു വിരിച്ച് ഉയർന്ന ശിരസ്സോടെ മലയാളി എന്ന സ്വത്വബോധത്തോടെ ഇവിടെ ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിക്കണം. അതിന് മാറ്റം ആവശ്യമാണ്. ആ മാറ്റത്തിന്റെ ചാലകശക്തിയായി ആലപ്പുഴയിൽ നിന്നും നിങ്ങളെ പ്രതിനിധീകരിക്കാൻ, നിങ്ങളുടെ ശബ്ദം നിയമസഭയിലെത്താൻ നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ മകനായി, സഹോദരനായി ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പ് മാത്രം നൽകിക്കൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുവാൻ ബി.ജെ.പിയുടെ ആലപ്പുഴ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു വിലാസിനെ ക്ഷണിച്ചോളൂ.